السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സെപ്റ്റംബർ മാസം 19-ാം തീയതി ഇന്ന റബ്ബക്കുമുല്ലാഹ്, നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന വിഷയമാണ് ഈ ജുമാ ഖുതുബ പ്രതിപാദിക്കുന്നത്. സത്യവിശ്വാസികളെ, നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നാം ഭയപ്പെടുക. അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ ദൃഢമാക്കുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇതാണ് വേദഗ്രന്ഥം, അതിൽ സംശയമൊന്നുമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഇത് വഴികാട്ടിയാണ്. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണവർ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സംവേദനങ്ങളിലൂടെയും തെളിവുകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും ധാരാളമായി വിശകലന വിധേയമാക്കിയിരിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്നു നാം സംസാരിക്കുന്നത്. അതായത് അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസമെന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം. ഇത്തരം വിശ്വാസികളെ അള്ളാഹു പ്രശംസിക്കുകയും ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അത്തരം ആളുകളാണ് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗം നേടിയവരും വിജയികളുമെന്ന് അള്ളാഹു അവർക്ക് സന്തോഷവാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസത്തിൽ പരമപ്രധാനമാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത്. നമ്മുടെ നേത്രങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കാനാവില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ ചിന്തകൾക്കോ അള്ളാഹു വഴങ്ങുകയുമില്ല. പക്ഷേ അതേസമയം അള്ളാഹു അവൻ്റെ സാന്നിധ്യത്തിന് ഒരിക്കലും എതിർക്കാനാവാത്ത തെളിവുകളും തർക്കവിതർക്കങ്ങൾക്കതീതമായ ദൃഷ്ടാന്തങ്ങളും ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അതിവിദഗ്ധമായ സൃഷ്ടിവൈഭവത്തിൽ പ്രകടമാണ്. അതിനൂതനമായ നിർമ്മാണ വൈദഗ്ധ്യത്തിൽ അത് ദൃശ്യമാണ്. ആകാശത്തെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കുറിച്ചു ചിന്തിക്കുകയും അങ്ങനെ അതുവഴി എന്നെന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢവിശ്വാസം നേടുകയും ചെയ്ത ഇബ്രാഹിം നബിയെ നമുക്കറിയാം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ഇപ്രകാരം നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശഭൂമികളിലെ നമ്മുടെ ആധിപത്യ വ്യവസ്ഥ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അടിയുറച്ച വിശ്വാസിയായി മാറുന്നതിനായിരുന്നു അത്. സത്യവിശ്വാസികളെ, ഓരോ സൃഷ്ടിക്കും ഒരു സ്രഷ്ടാവുണ്ടാവണമെന്നത്, എല്ലാ നിർമ്മിതിക്കും ഒരു നിർമ്മാതാവുണ്ടാവണമെന്നത് ബുദ്ധിയുടെ സ്വാഭാവിക താൽപ്പര്യമാണ്. അതായത് പരമമായി എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ഒരു നാഥനുണ്ടാവണം. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈ ഫഅ്ബുദൂഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത് അവനാണ്. തൻ്റെ ആധിപത്യ ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു നമ്മെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നിലെ ഈ വിശാലമായ പ്രപഞ്ചം ഏറെ വലുതാണ്. അതിവിദഗ്ധമായാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിലെവിടെയും യുക്തി നിറഞ്ഞു നിൽക്കുകയാണ്. അത് കഴിവിൻ്റെ സാക്ഷ്യമാണ്. ഇവയെല്ലാം ഒരു സ്രഷ്ടാവിനെ സൂചിപ്പിക്കുന്നില്ലേ?
സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ, എല്ലാം കുറ്റമറ്റതാക്കിയ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണിത്. ഭീമാകാരങ്ങളായ ആകാശ പിണ്ഡങ്ങളെക്കുറിച്ച്, ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് നാം ചിന്തിക്കാറില്ലേ? അവയുടെ നിതാന്തമായ ചലനത്തെക്കുറിച്ചു നാം ആലോചിക്കാറില്ലേ? അവയെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന ശക്തനായ ഒരു രക്ഷിതാവിൻ്റെ, നിർമ്മാതാവിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കാറില്ലേ? ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാം തുമ്മ ഇസ്തവാ അലൽ അർശ് യുഗ്ശിൽ ലൈല അന്നഹാറ യത്ലുബുഹു ഹസീസാ والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. നിങ്ങളുടെ നാഥൻ അല്ലാഹുവാണ്. 6 നാളുകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. പിന്നെ അവൻ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. രാവിനെക്കൊണ്ട് അവൻ പകലിനെ പൊതിയുന്നു, പകലാവട്ടെ രാവിനെ തേടി കുതിക്കുകയും ചെയ്യുന്നു. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയെല്ലാം തൻ്റെ കൽപ്പനയ്ക്കു വിധേയമാം വിധം അവൻ സൃഷ്ടിച്ചു. അറിഞ്ഞുകൊള്ളുക, സൃഷ്ടിക്കാനും കൽപ്പിക്കാനും അവനു മാത്രമാണ് അധികാരമുള്ളത്. സർവലോകരക്ഷിതാവായ അല്ലാഹു ഏറെ മഹത്വമുള്ളവനാണ്. സൂര്യനും ചന്ദ്രനും അവയുടെ ഭ്രമണപഥത്തിൽ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്, അവയുടെ സഞ്ചാരത്തിൻ്റെ വ്യവസ്ഥിതിയെക്കുറിച്ച്, രാവും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ച്, ആ കൃത്യതയെക്കുറിച്ച് നാം ചിന്തിക്കാറില്ലേ? ലശ്ശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറു വലല്ലൈലു സാബിഖുൻ നഹാരി വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് സാധ്യമല്ല, പകലിനെ മറികടക്കാൻ രാവിനുമാവില്ല. ഓരോന്നും അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തിത്തുടിക്കുകയാണ്. ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹു അധീനപ്പെടുത്തി നിർത്തിയിട്ടുള്ള മേഘങ്ങളെ കാണുമ്പോൾ അത്ഭുത പരതന്ത്രമാവാത്ത ഏതു ബുദ്ധിയാണുള്ളത്? വലിയ ഭാരമുള്ള, നിറഞ്ഞ വെള്ളവും വഹിച്ചുകൊണ്ടാണ് മേഘങ്ങൾ ചലിക്കുന്നത്. പക്ഷേ അന്തരീക്ഷത്തിലെ കാറ്റിൻ്റെ പ്രകൃതത്തിന് വിരുദ്ധമായി ഭാരമേറിയ ഈ മേഘങ്ങളെ വിധേയപ്പെടുത്തുന്നു. ഇവയെല്ലാം യുക്തിമതിയായ ഒരു സൃഷ്ടാവിൻ്റെ, സർവാധിപതിയായ ഒരു ഇലാഹിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നില്ലേ? ചിന്തിക്കുന്ന സത്യവിശ്വാസിക്ക് സ്വന്തം കൈയിൻ്റെ ചലനങ്ങളെക്കുറിച്ച്, കൈവിരലുകളുടെ ഒത്തൊരുമിച്ച പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ, സ്വന്തം ഹൃദയത്തിൻ്റെ മിടിപ്പുകളെക്കുറിച്ചാലോചിച്ചാൽ, സ്വന്തം ശരീരത്തിനുള്ളിലെ സംവിധാനങ്ങളെക്കുറിച്ചും അവയവങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചും പര്യാലോചന നടത്തിയാലും, ആ അവയവങ്ങളുടെ അതിവിദഗ്ധമായ സംവിധാനത്തെക്കുറിച്ചും സൂക്ഷ്മമായ നിർമ്മിതിയെക്കുറിച്ചും പുനർവിചിന്തനം ചെയ്താലും, അവയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കഴിവും ശേഷിയും അവനു മനസ്സിലാക്കാനാവും. എല്ലാം സൃഷ്ടിച്ച സർവാധിപതിയായ ഒരു ആരാധ്യനില്ലാതെ ഇവയെല്ലാം എങ്ങനെ സംഭവിക്കുകയാണ്? വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങളതൊന്നും കണ്ട് മനസ്സിലാക്കുന്നില്ലേ? അതിസൂക്ഷ്മമായ പ്രാപഞ്ചിക വ്യവസ്ഥകളിൽ അവയുടെ സൃഷ്ടാവിൻ്റെ ഔന്നത്യത്തെ സൂചിപ്പിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. വമാ യഅ്ഖിലുഹാ ഇല്ലൽ ആലിമൂൻ. പക്ഷേ അറിവുള്ളവർക്കേ അത് ഗ്രഹിക്കാനാവൂ. ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത വിശ്വാസികളായ പണ്ഡിതന്മാർ വലിയ വിവരങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ. പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം അവർക്ക് വിശ്വാസവും സമർപ്പണവും മാത്രമാണ് വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളും ചിന്തിക്കുക, പര്യാലോചന ചെയ്യുക. അങ്ങനെ നമുക്കും ഈ ലോകവും അവയിലുള്ള മുഴുവൻ വസ്തുക്കളും സൃഷ്ടിച്ച സർവാധിപതിയായ സ്രഷ്ടാവിൻ്റെ, യുക്തിമതിയായ അള്ളാഹുവിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെ പ്രഘോഷിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കണ്ടെത്താനാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികളെ, ഭൂമിയിലെ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പിനു പിന്നിലെ അള്ളാഹുവിൻ്റെ യുക്തിയിൽ നിന്നു തന്നെ നമുക്ക് അവൻ്റെ സാന്നിധ്യത്തിന് തെളിവുകൾ കണ്ടെത്താനാവും. നമ്മുടെ ദൃഷ്ടി പതിക്കുന്ന എല്ലാ വസ്തുക്കളെക്കുറിച്ചും നാം ആലോചിക്കുമ്പോൾ അവയെല്ലാം ഒരു നിർണിതമായ ലക്ഷ്യത്തിനു വേണ്ടി പടക്കപ്പെട്ടതാണ് എന്നു നാം മനസ്സിലാക്കുന്നു. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും കൃത്യമായി ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നു സങ്കല്പിക്കുക. ആ വീടിനകത്ത് എല്ലാം നിർണിതമായ സ്ഥലങ്ങളിൽ സംവിധാനിച്ചിരിക്കുന്നു. അതു കാണുമ്പോൾ ഇവയെല്ലാം യാദൃച്ഛികമായി അങ്ങനെ സംഭവിച്ചതാണ് എന്ന് ബുദ്ധിയുള്ള ഒരാൾ വിശ്വസിക്കുമോ? ഭൂമിയിൽ നാം കാണുന്ന എല്ലാ വസ്തുക്കളും അവയുടെ വലിപ്പവും അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വവും കൃത്യമായി യോജിച്ചു വരുന്നത് നമ്മളൊക്കെ കാണുന്നില്ലേ? ഫതബാറകല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹ്, നിർമ്മിച്ച എല്ലാ വസ്തുക്കളെയും സമ്പൂർണമായ രീതിയിൽ സംവിധാനിച്ച രക്ഷിതാവ് അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഒരു ജീവി സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ തൻ്റെ ജീവിത രീതിയും ഭക്ഷണത്തിൻ്റെ പ്രകൃതം പോലും ആ ജീവി മനസ്സിലാക്കുന്നു. ഫസുബ്ഹാനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകുകയും പിന്നെ അവയ്ക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു. ഇവയെല്ലാം യുക്തിമതിയായ ഒരു ആരാധ്യൻ്റെ, എല്ലാം അറിയുന്ന ഒരു നിയന്ത്രകൻ്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, പിന്നെയും എന്താണു നിങ്ങൾ ചിന്തിക്കാത്തത്? വഇന്ന ലിസാനൽ കൗനി അബ്ലഗു നാതിഖിൻ അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറു ലഹു കുല്ലു ദർറാത്തിൽ വുജൂദി ശവാഹിദു അലാ അന്നഹുല്ലാഹുൽ ബദീഉൽ മുദബ്ബിറു. ഏകനായ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിനു പിന്നിലെന്ന് പ്രപഞ്ചത്തിൻ്റെ നാവു തന്നെ നമ്മോട് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം നിയന്ത്രിക്കുകയും അതിസൂക്ഷ്മമായി നിർമ്മിക്കുകയും ചെയ്യുന്ന അള്ളാഹുവാണ് അവയ്ക്കു പിന്നിലെന്ന് പ്രപഞ്ചത്തിലെ ഓരോ കണികകളും സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിലുള്ള വിശ്വാസം സ്വാഭാവികമായി, പ്രകൃതമായി നമുക്ക് കണ്ടെത്താനാവും. ഫിത്രത്തല്ലാഹില്ലതീ ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. ഇവയ്ക്കെല്ലാം ഒരു സൃഷ്ടാവുണ്ട് എന്നത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ശുദ്ധമായ പ്രകൃതത്തിൻ്റെ തേട്ടമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് ഒരു മാറ്റവുമില്ല. മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് എത്ര അശ്രദ്ധനായിപ്പോയാലും വിപത്തുകൾ ആഗതമാവുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ശക്തമാവുമ്പോൾ മനുഷ്യൻ്റെ പ്രകൃതം അറിയാതെ അള്ളാഹുവിനെ ഓർത്തുപോകും. അപ്പോൾ നമ്മുടെ മനസ്സ് രക്ഷിതാവിലേക്ക് തിരിയും. ആത്മാർത്ഥമായി യാ അല്ലാഹ് എന്ന് വിളിച്ചു പോകും. ബുദ്ധിമുട്ടനുഭവിക്കുന്നവൻ ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ്. وَإِذَا مَسَّكُمُ الضُّرُّ فِي الْبَحْرِ ضَلَّ مَن تَدْعُونَ إِلَّا إِيَّاهُ. കടലിൽ വെച്ച് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വന്നു ഭവിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു മാത്രമാണ് ഉത്തരം നൽകാനുണ്ടാവുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് അള്ളാഹു നമ്മളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ശുദ്ധ പ്രകൃതമാണ്. ഒരാൾ പ്രവാചകരോട് വന്ന് ചോദിച്ചു, ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും പർവ്വതങ്ങളെ സംവിധാനിക്കുകയും ചെയ്തത്? അള്ളാഹുവാണെന്നു പറഞ്ഞ ശേഷം പ്രവാചകർ അദ്ദേഹത്തിന് ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം വിശ്വാസിയായി. തിരിഞ്ഞു പോകുമ്പോൾ പ്രവാചകർ പറഞ്ഞു, ഇദ്ദേഹം സത്യസന്ധനാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും.
നമ്മളും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുക. ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ മക്കൾക്കുണ്ടാവുന്ന സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും തൃപ്തികരമാവും വിധം മറുപടി നൽകുക. അങ്ങനെ അവരെ തെറ്റായ ചിന്തകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് സംരക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.